ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ വീട്ടിലെ ഇല്ലെങ്കിൽ അടുത്ത അയൽവാസികൾ ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രായമുള്ള ആൾക്കാർ പെട്ടെന്ന് കൊഞ്ഞു വീണുണ്ട്. അപ്പം നമുക്ക് എന്താ മനസ്സിലാവും, ഇത് എന്തായിരിക്കാം? സ്ട്രോക്ക് ആയിരിക്കാം. ഈ സ്ട്രോക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ഒരു കോഡ് പറഞ്ഞു തരാം. അത് വെച്ചിട്ട് നമുക്ക് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റൂ സ്ട്രോക്ക് എങ്ങനെ ഉണ്ടാവും, എന്താ ഉണ്ടാവുന്നത്. സ്ട്രോക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ടൈപ്പ് ആയിട്ടാവാം. സ്കീമിക് സ്ട്രോക്ക് ആവാം, ഇല്ലെങ്കിൽ ഹെമറേജിക് സ്ട്രോക്ക് ആവാം. സ്കീമിക് എന്ന് വെച്ചാൽ നമുക്ക് ഈ തലച്ചോറിന് ബ്ലഡ് ക്ലോട്ട് ആയി പോയാൽ അത് ചിലപ്പോൾ അത് തന്നെ റെഡി ആയി പോകും. അപ്പോൾ അത് സ്കീമിക് ടൈപ്പ് സ്ട്രോക്ക് ആവാം. രണ്ടാമത്തെ ടൈപ്പാണ് ഹെമറേജിക് ടൈപ്പ്. അതിലെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രക്തം പോകുന്ന ഈ നെർവ് ഉണ്ടല്ലോ, വെസൽസ്, ആർട്ടറി, അതൊക്കെ ഈ പൊട്ടിപ്പോയാൽ, പവർ കൂടിയിട്ട് പ്രഷർ കൂടിയിട്ട് പൊട്ടിപ്പോയാൽ അങ്ങനെയാണ് ഹെമറേജിക് സ്ട്രോക്ക്. അതൊക്കെ ആവാം. ഹെമറേജിക് സ്ട്രോക്ക് കുറച്ചുകൂടി ഒരു ഡേഞ്ചർ ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പുള്ള സ്ട്രോക്ക് ആണ്. അപ്പോൾ ഈ സ്ട്രോക്ക് ആകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോഡ് വേർഡ് ഓർമ്മിച്ചാൽ മതി, ബി ഫാസ്റ്റ്. ഈ കോഡ് വേർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ട്രോക്ക് എന്ന് വെച്ചാൽ ബി ഫാസ്റ്റ്. ഈ ബി ഫാസ്റ്റ് എന്ന കോഡ് വെച്ചിട്ട് നമുക്ക് ശരിക്കും പെട്ടെന്ന് പിടിക്കാൻ പറ്റും നമുക്ക് എന്താണ് സംഭവം. ഈ ബാലൻസ് നമുക്ക് സാധാരണ എന്താവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കാം. പേഷ്യൻസ് എന്താണെന്ന് വെച്ചാൽ തലച്ചുറ്റാണ് പറയും. ഈ തലച്ചുറ്റ് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിക്കുന്നത്, ബാലൻസിന്റെ കുഴപ്പമായിരിക്കും, പിന്നെ ബി.പിന്റെ കുഴപ്പമായിരിക്കും. പക്ഷെ ഇതേ ഒരു സൂചന ആവാം സ്ട്രോക്ക് വരാനുള്ള. രണ്ടാമത്തെയാണ് ബി, ഇ ഫോർ ഐസ്. ഐസിന്റെ മൂവ്മെന്റ്, പെട്ടെന്ന് കണ്ണിനൊരു മയക്കം പോലെ ഉണ്ടാവും, മംഗൾ പോലെ ഉണ്ടാവും, ഇല്ലെങ്കിൽ കണ്ണിനൊരു ബ്ലാക്ക് ആയി പോകുന്ന പോലെ ഉണ്ടാവും. അപ്പൊ അത് ആവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ വെച്ചാൽ ഇത് സ്ട്രോക്ക് ആവാൻ സാധ്യത ഉണ്ട്. പിന്നെ എഫ് ഫോർ ഫേസ്. ഈ ഫേസിയൽ മൂവ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ. ഫേസ് എന്തായിപ്പോ ഒരു സൈഡിന്റെ ഫേസ് എങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങിപ്പോകും, അല്ലെങ്കിൽ കുറച്ചുകൂടി ലൂസ് ആയിട്ട് എങ്ങനെ ആയിപ്പോകും. ഒരു സൈഡിലെ ഫേസ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ മൂവ്മെന്റ് കണ്ടാൽ മനസ്സിലാവും ഇത് സ്ട്രോക്ക് ആവാനുണ്ട്. പിന്നെ എ ഫോർ ആം. ആ മൂവ്മെന്റ് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡിൽ എങ്ങനെ തെരുപ്പുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ശക്തി കുറഞ്ഞ പോലെ ഉണ്ടാവും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും സ്ട്രോക്ക് ആവാനുള്ള സാധ്യത. പിന്നെയാണ് എസ് ഫോർ സ്പീച്ച്. മീൻസ് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ പേരെന്താ, ഇല്ലെങ്കിൽ മീൻസ് എന്താ കഴിച്ചു, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവർക്ക് സംസാരിക്കും. എങ്ങനെ വെച്ചാൽ ഒരു സ്ലറിങ് അങ്ങനെ സംസാരിക്കും, അവർക്ക് ക്ലിയർ ആവില്ല. അപ്പൊ അതാണ് സ്പീച്ച്. ആൻഡ് പിന്നെ ബി ഫാസ്റ്റ് ആൻഡ് ടി ഫോർ ടൈം ടു കോൾ ഫോർ ഹെൽപ്പ്. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഡോക്ടറെ വിളിക്കണം, ബാക്കി ഹോസ്പിറ്റലിലേക്ക് പോകണം, ആൾക്കാർ വിളിക്കണം, അതൊക്കെ ചെയ്യണം. അപ്പൊ ബി ഫാസ്റ്റ് ഇത് എപ്പോൾ ഓർമ്മിച്ചാൽ മതി. ഈ സാധനങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടാവുമ്പോൾ ശരിക്കും നമ്മൾ എന്താക്കാൻ, നമ്മൾ ആരെങ്കിലും സുഹൃത്തായാലോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാരായാലോ ആരായാലും നമുക്ക് എന്താക്കാൻ പറ്റൂ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ ഇത് സ്ട്രോക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്, ഇല്ലെങ്കിൽ സ്ട്രോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ ഈ ഹോസ്പിറ്റലിലേക്ക് പോയി ഇതിന് ചികിത്സ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.